ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സന്ദർശനം ഇന്നലെ ആരംഭിച്ചതാണ്. ഇന്നത് പൂർത്തിയാകും. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ബീഹാർ. അത് വളരെ പെട്ടെന്ന് നടത്താനുള്ള നടപടികളൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ സന്ദർശനമായാലും അതിലേക്കാണ് വഴിവെക്കുന്നത്. വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുക. വിനിഷ, തീർച്ചയായിട്ടും നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്ന ദിവസങ്ങളിൽ, അതായത് ബുധനാഴ്ച വ്യാഴാഴ്ചയോടുകൂടി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘം ഇന്നലെ ബീഹാറിലെത്തിയത്. ഇന്നലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സർവകക്ഷി യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരുന്നു. അപ്പോൾ ആ സർവകക്ഷി യോഗത്തിൽ നിരവധി ആവശ്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 12 രാഷ്ട്രീയ പാർട്ടികളാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടത് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചൊരു കാര്യം, ഈ SIRലൊരു വ്യക്തത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തണമെന്നതാണ്. കാരണം ഇപ്പോഴും അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ പട്ടികയ്ക്ക് പുറത്തു പോയത് എന്നൊരു കാര്യം കമ്മീഷൻ വ്യക്തമാക്കണമെന്നതാണ് ഇടതു പാർട്ടികളൊക്കെ തന്നെ ഇന്നലത്തെ യോഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ JDU ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല, ഒറ്റഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടത്തിയാൽ മതി എന്നൊരു ആവശ്യമാണ് JDU മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനിടയിൽ BJPയുടെ ഭാഗത്തു നിന്നും മറ്റ് ചില വർഗീയ തലത്തിലുള്ള ചില ആവശ്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം വോട്ടെടുപ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ പർദ്ദയിട്ടാണ് വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഈ പർദ്ദയിട്ട് വരുന്ന സ്ത്രീകളുടെ അവരുടെ മുഖം വോട്ടർ ID കാർഡുമായി താരതമ്യം ചെയ്ത് ഉറപ്പ് വരുത്തണമെന്നൊരു ആവശ്യമാണ് BJP. അത് വലിയൊരു വിവാദത്തിലേക്കായിരിക്കില്ലേ കൊണ്ടുചെന്ന് എത്തിക്കുക വിഷ്ണു? കാരണം വസ്ത്രം ധാരണം എന്ന് പറയുന്നത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അത്തരത്തിൽ സ്വാതന്ത്ര്യങ്ങളിലേക്കുള്ള കൈകടത്തൽ കൂടിയാകും ഇത്തരത്തിൽ പർദ്ദയും ബുർഖയും ഒക്കെ ധരിച്ചു വരുന്നവരെ. അവരെ തിരിച്ചറിയാനായി അവരുടെ മുഖപടങ്ങൾ പൊക്കി നോക്കുക എന്ന് പറയുന്നത് അവരുടെ അവകാശങ്ങളിലുള്ള ലംഘനം കൂടിയാകും. അപ്പോൾ അത് വലിയൊരു വിവാദമായിരിക്കും സൃഷ്ടിക്കാനിരിക്കുന്നത്. അത് തന്നെയായിരിക്കും BJP ലക്ഷ്യം വെക്കുന്നതും. വിനിഷ, തീർച്ചയായിട്ടും BJPയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു ആവശ്യം വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം നിലവിൽ SIR പ്രക്രിയ പോലും, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പോലും ഇത്തരത്തിൽ ചില വിഭാഗങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP നേതൃത്വത്തിൽ നടത്തുന്നത് എന്നൊരു വിമർശനം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് BJPയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു ആവശ്യം കൂടി മുന്നോട്ട് വരുന്നത്. അതായത് വോട്ടിടാൻ വരുന്ന സ്ത്രീകൾ, പർദ്ദയിട്ട് വരുന്ന സ്ത്രീകളുടെ മുഖം കൃത്യമായി തന്നെ നോക്കി വോട്ടർ ID കാർഡുമായി നോക്കി ഉറപ്പ് വരുത്തണമെന്നൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതെന്തായാലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ വഴിവെച്ചിട്ടുണ്ട്. കാരണം ഒരു വിഭാഗത്തെ മാത്രം ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്നും നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രതികരിച്ചത്. ഇന്നലെ നടന്ന സർവകക്ഷി യോഗം വളരെ പോസിറ്റീവായിരുന്നു എന്നൊരു പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് 7-ാം തീയതിയാണ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത്. എന്തായാലും ആ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് പിന്നാലെയായിരിക്കും, അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടാവുക. വിനിഷ, ശരി, ഏതായാലും വളരെ പെട്ടെന്ന് തിരക്കിട്ട ബീഹാറിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. വോട്ടർ പട്ടിക പ്രസിദ്ധീകരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. ഏതായാലും ഞായറാഴ്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. ഇന്ന് 3 അംഗ സംഘത്തിൻ്റെ സന്ദർശനം ബീഹാറിൽ പൂർത്തിയാകും. അതിനുശേഷം ദില്ലിയിൽ എത്തിയതിനു ശേഷം പ്രഖ്യാപനമുണ്ടാകും. അടുത്ത ഞായറാഴ്ചയോടുകൂടി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കാത്തിരിക്കാം.